സാർ, ഇപ്പോൾ ഈ സൊമാലിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ IS താവളം ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് സൊമാലിയയിലെ IS കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്ന് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുള്ളവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോളിസി സീറോ ടോളറൻസ്, ടെററിസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പോളിസി സീറോ ടോളറൻസ് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അദ്ദേഹമില്ല. അവരെ അടിച്ചു തീർക്കുക എന്നുള്ള നയമാണ് ട്രംപ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ മോഡി ഇത് തന്നെ പറയാറുണ്ട്, സീറോ ടോളറൻസ് ടു ടെററിസം എന്ന്. അപ്പോൾ അതേപോലെ തന്നെ ട്രംപാണെങ്കിലും സീറോ ടോളറൻസ് എന്നുള്ള പോളിസിക്കാരനാണ്. അപ്പോൾ സോമാലിയയുടെ IS കേന്ദ്രങ്ങൾ കുറേ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ US എയർഫോഴ്സ് പോയി ആക്രമിച്ചു. ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്ന ഭീകരന്മാരുടെ ഭീഷണി പൊതുവിൽ സോമാലിയയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരുവിധം അടിച്ചു നിരപ്പാക്കി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ IS കൂടുതൽ ശക്തി പ്രാപിച്ച് നിന്നിരുന്നത് 2015-ലൊക്കെയാണ്. ആ സമയത്ത് ഇറാഖിലും സിറിയയിലും വളരെ ശക്തമായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ US എയർഫോഴ്സ് പോയിട്ട് ബോംബ് ചെയ്ത് തന്നെയാണ് അവിടുത്തെ ഈ IS-കാരെയൊക്കെ ഒരുവിധം ഒതുക്കിയിരുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ അടിച്ചു തകർക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ സോമാലിയയിൽ പക്ഷേ IS കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്പം വീക്കായി IS എന്നുള്ള കണ്ടീഷനിലാണ് ഈ സോമാലിയയിൽ വന്നത്. സോമാലിയയിൽ ആദ്യം ഉണ്ടായിരുന്ന ഈ ഭീകര വിഭാഗം എന്ന് പറയുന്നത് അവരുടെ പേര് അൽ ഷബാബ് എന്നായിരുന്നു. അൽ ഷബാബ്, ഷബാബ് എന്ന് പറഞ്ഞാൽ യൂത്ത് എന്നാണ് അർത്ഥം, യൗവനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അൽ ഷബാബ് എന്നുള്ള പേരിലാണ് ആരംഭിച്ച്. അൽ ഖൈദയുടെ ഒരു സബ്സിഡിയറി പോലെയാണ് അവിടെ തുടങ്ങി. പിന്നെ ഇതിൽ നിന്നും കുറേ പേര് വിട്ടുമാറിയിട്ട് പോയിട്ടാണ് അവർ ഈ IS സ്ഥാപിച്ചത്. അപ്പോൾ IS-നെ കൊണ്ട് അവർക്ക് വലിയ ഭീഷണിയായിരുന്നു ആ രാജ്യത്ത്. അതായത് അവിടുത്തെ ഗവൺമെൻറ്റിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ ഗവൺമെൻറ്റിന് ഇവരുടെ മേലിൽ യാതൊരു കൺട്രോളും ഇല്ല. അതാണ് അവസ്ഥ. അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഹിസ്ബുള്ളയൊക്കെ ഉണ്ടല്ലോ. ഹിസ്ബുള്ള അവിടുത്തെ ലെബനോണിലെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അൽ ഷബാബ് ഉണ്ടായിരുന്നു. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പലതും ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരാണ് പിന്നീട് പോയിട്ട് IS ആയി മാറിയത്. അപ്പോൾ ഈ നോർത്ത് സോമാലിയയിൽ ഗോലിസ് എന്ന് പറഞ്ഞിട്ടൊരു പർവ്വത നിരകൾ അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അവിടെ ആ മലകളിലും അവിടെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഗുഹകളിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് താമസിക്കുന്നത്. അവിടെ താമസിച്ചിട്ട് പിന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുമ്പുറങ്ങളിലൊന്ന് ആക്രമണം നടത്തും, അവിടെ നിന്ന് പണം സമ്പാദിക്കും, ആ പണം സ്വരൂപിച്ചിട്ട് വീണ്ടും ആക്രമണം നടത്തും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആക്രമണ വിവരം, US എയർഫോഴ്സിൻ്റെ ആക്രമണ വിവരം അറിഞ്ഞപാടെ സൊമാലിയൻ പ്രസിഡൻറ്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് പ്രസിഡൻറ്റിൻ്റെ പേര്. അദ്ദേഹം അമേരിക്കയോട് പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിഡൻറ്റിന്, അതായത് ഹസൻ ഷെയ്ഖ് മുഹമ്മദിന് നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നു. അതായത് നിങ്ങളുടെ ഏരിയയിൽ ഈ പറയുന്ന ഗോലിസ് എന്ന് പറയുന്ന പർവ്വതനിരകളിൽ ഒളിച്ചിരിക്കുന്ന IS-കാരെ കൊണ്ട് വളരെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, ഞങ്ങളവരെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഈ പ്രസിഡൻറ്റിന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ പ്രസിഡൻറ്റിനും അത് വലിയ സമാധാനമാണ്. കാരണം അദ്ദേഹം വിചാരിച്ചാലോ അവിടെയുള്ള പട്ടാളം വിചാരിച്ചാലോ ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് വന്ന് ഗ്രാമീണ ജനതയെ കൊള്ളയടിക്കലാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം, ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നിരന്തരമായിട്ട് എവിടെയൊക്കെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമിക്കും, സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സോമാലിയൻ സർക്കാരിന് തന്നെ വലിയ ഭീഷണിയായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സോമാലിയയുടെ പ്രസിഡൻറ്റ് അമേരിക്കയെ പ്രത്യേകം നന്ദി അറിയിച്ചിട്ടുണ്ട്. നിങ്ങളാ ചെയ്തത് വളരെ സൽകൃത്യമാണ് എന്നുള്ള രീതിയിൽ. കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അവിടുത്തെ തന്നെ സോമാലിയയിൽ ഒരു ഓട്ടോണമസ് റീജനുണ്ട്, ഓട്ടോണമസ് ടെറിട്ടറി, പന്റ്ലൻഡ് എന്നാണ് അതിൻ്റെ പേര്. ആ പന്റ്ലൻഡിലെ ആൾക്കാരും അമേരിക്കയെ പ്രത്യേകം നന്ദി പറഞ്ഞ് അവരെ വിളിച്ച് അനുമോദിച്ചിട്ടുണ്ട്, നന്ദിയും പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമാലിയ ഹാസ് ദി ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ. തീരദേശം ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത് സോമാലിയയ്ക്കാണ്. പക്ഷേ അവർ ആ കോസ്റ്റ് ലൈൻ വേറെ പർപ്പസിനൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അവർ എന്തെങ്കിലും ചെറിയ ബോട്ടിലോ ചെറിയ അതേപോലെയുള്ള സാധനങ്ങളിൽ യാത്ര ചെയ്തിട്ട് അതിൽ പോകുന്ന ഈ കപ്പലുകളെ കൊള്ളയടിക്കും, ആക്രമിക്കും. അതൊരു സ്ഥിരം പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അവരുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തികൾ. പക്ഷേ ഇപ്പോൾ IS എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയായി മാറിയതിന് ശേഷം ഈ പറയുന്ന ഗോലിസ് പർവ്വതനിരകളിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ നല്ലപോലെ ആക്രമിച്ച് ഇനിയിപ്പോൾ അവർക്ക് ഈ ആക്രമണം ആസൂത്രണം ചെയ്യാനും അത് നടപ്പാക്കാനും ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ തല്ലി ഒടിച്ച് ഇട്ടു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.
അങ്ങനെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്ന് പറയുന്ന ആളാണ് ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്, ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഈ അമേരിക്കയാണ് ഈ IS അല്ലെ അൽഖയ്ദ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള എല്ലാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത്. പക്ഷേ പിന്നീട് ഈ ട്വിൻ ടവറൊക്കെ തകർത്തോടുകൂടി അവർ തന്നെ ഈ ഇസ്ലാമിനെതിരായി അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരായിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദം തുടച്ചു നീക്കണമെന്ന നിലയിലേക്ക് ട്രംപ് എത്തുമ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവർ സ്വാഭാവികമായിട്ടും പട്ടിണിയിലാണ്, അവർക്ക് വേറെ എയ്ഡൊന്നും ഇല്ല. അപ്പോൾ കുറച്ചെങ്കിലും കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ സൊമാലിയയിൽ ചില സമയത്ത് ഡ്രൗട്ടങ്ങ് വന്നാലേ ഒരു പുല്ലിൻ്റെ നാമ്പ് പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി പോകും. കുറേ നാളത്തേക്ക് അടുപ്പിച്ച് മഴയുടെ ഒരു ലക്ഷണം പോലും ഉണ്ടാവും, മഴ എന്നല്ല മഴയുടെ ലക്ഷണം പോലും ഉണ്ടാവില്ല, അത്രയ്ക്ക്. അപ്പോൾ അവിടെ തനി കൊടിയ ദാരിദ്ര്യമാണ്. അന്ന് അമേരിക്ക അവിടെ സഹായമൊക്കെ ആയിട്ട് അമേരിക്ക സഹായത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു റൊണാൾഡ് റീഗൻ്റെ മറ്റോ കാലത്താണ്, അന്ന് അവിടെ ചെന്ന അമേരിക്കൻ പട്ടാളക്കാരെ തല്ലിക്കൊന്ന് കയറ് കെട്ടി റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അവിടെയൊക്കെ സഹായിക്കാൻ പോയാലത്തെ ഒരു പ്രശ്നം ഇതാണ്. കാരണം അവിടെയൊക്കെ അവർക്ക് ഇങ്ങനെ കുറേ വാർലോഡ്സ് എന്ന് പറയും, യുദ്ധപ്രഭുക്കന്മാർക്ക് സ്വന്തം ആർമിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കൊണ്ട് വിളമ്പാനൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല, അവരത് പിടിച്ചുകൊണ്ട് പോകും. അവർ പിടിച്ചുകൊണ്ടുപോയി പിന്നെ എന്താ ചെയ്യേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടതെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ അവർ തീരുമാനിക്കും. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് നല്ലപോലെ ഭക്ഷണം കിട്ടും. ഈ പാവങ്ങളെ സഹായിക്കാൻ ചെന്നിട്ട് ഈ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല, അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ ഈ പട്ടാളക്കാരെ റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ട് നടക്കുന്ന കയറ് കെട്ടി വലിച്ച് ഈ നമ്മൾ വല്ല ചില സ്ഥലത്ത് കൊച്ചുങ്ങൾ തവളേനെയൊക്കെ തല്ലിക്കൊന്നിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെ, തവളയെ കൊണ്ട് നടക്കുന്ന പോലെ വലിച്ചുകൊണ്ട് നടക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഒരു സ്ഥലത്ത് ഈ പറയുന്ന വാർലോഡിൻ്റെ ആൾക്കാർ വന്നിരിപ്പുണ്ട്, ഇപ്പോൾ ചെന്ന് അവരെ തട്ടാന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അമേരിക്കയുടെ ഹെലികോപ്റ്റർ മറ്റതൊക്കെ ചെന്ന് അവിടെ ആക്രമിക്കാനായിട്ട് ചെന്നു. പക്ഷേ ആക്രമിക്കാൻ ചെന്ന ആ സൈനിക വിഭാഗം മുഴുവനും നശിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്, ഈ ഭീകരവാദികൾ ഇരിപ്പുണ്ടെന്ന് അറിയിച്ചത് അവർ തന്നെ അമേരിക്കയെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്കൻ പട്ടാളം വരും എന്നറിയാം. അപ്പോൾ അതിന് വേണ്ട എല്ലാ കെണികളും ഒരുക്കി വെച്ചിട്ടാണ് ഇവർ അറിയിപ്പ് കൊടുത്തു. അമേരിക്ക വിചാരിച്ച ആരോ അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി ചെയ്യണം, അവിടെ ചെന്ന് പോയവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ സോമാലിയയിൽ, അപ്പോൾ അവർ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കൾച്ചറും സംസ്കാരമൊക്കെ അമേരിക്കയുമായിട്ട് ചേരില്ല, അവർ ഇന്നിവിടെ നടത്തുന്ന പദ്ധതികളൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ പദ്ധതി ശരിയാകാന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അമേരിക്ക അവിടെ ഈ ഫുഡ് സപ്ലൈ നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് ശരിയായ രീതിയിൽ ചെയ്യണമെന്ന്, എല്ലാവർക്കും കിട്ടണമെന്ന്. പക്ഷേ അവിടെയുള്ള വാർലോഡ്സിൻ്റെ പോളിസി അതായിരുന്നില്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ തമ്മിൽ ഫൈറ്റിങ്ങിൻ്റെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൾച്ചർ നശിപ്പിക്കുന്നു എന്നൊക്കെ അതിനൊരു നല്ല വേർഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് സോമാലിയയിലെ അവസ്ഥ. ഇപ്പോൾ സോമാലിയയിൽ IS സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക വീണ്ടും ഈ ഇറാഖിലും സിറിയയിലും ചെയ്ത് അതേ നടപടിയാണ് സ്വീകരിക്കുന്നത്. നിലത്തിറങ്ങി കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല, ആകാശത്ത് പറ്റുന്നത് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ആ ചെയ്ത്തിൽ ഒരുവിധം ഇവരുടെ ഒരു നട്ടല് ഒടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആസൂത്രണത്തിനും അതേപോലെ അതിൻ്റെ എക്സിക്യൂഷനും ഉള്ള കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയിലാക്കി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നു. ചിലപ്പോൾ ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക അവസ്ഥ തകർന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഈ IS പോലെയുള്ള അല്ലെങ്കിൽ അൽഖയ്ദ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സഹായം ലഭിക്കുന്നില്ല. പിന്നുള്ളത് അഫ്ഗാനിസ്ഥാനാണ്, അവരും ആകെ പാപ്പരായിരിക്കുന്നു, പാകിസ്ഥാനിൽ നിന്നില്ല. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഉണ്ടല്ലോ, താലിബാൻ അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഉണ്ട്. അതായത് അന്ന് ചെല്ലും കൊടുത്ത് വളർത്തിയെന്നൊക്കെ പറയുന്നത്. അത് അൽഖയ്ദനെ പണ്ട് വളർത്തിയിരുന്നു, അതിനുശേഷം അമേരിക്കയായിട്ട് പ്രശ്നമായി, അമേരിക്ക പിന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന പോലെയൊക്കെ. അതിനുശേഷം ഇപ്പോഴും ഈ പറയുന്ന താലിബാൻ അമേരിക്കയുടെ സാമ്പത്തിക സഹായമുണ്ട്. അല്ല, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ ഇനി ഒരിക്കലും അമേരിക്കക്കെതിരായ നിലപാട് സ്വീകരിക്കില്ല, ഞങ്ങൾ വേണ്ട സഹായമൊക്കെ നിങ്ങൾക്ക് തരാമെന്നുള്ള എഗ്രിമെന്റിലാണ് അന്ന് അമേരിക്ക അവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ താലിബാനാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ടും കുറച്ച് സൗഹൃദമൊക്കെ കാണിച്ച് പാകിസ്ഥാൻ ശത്രുവായിട്ട് മാറുന്നത്. ഈ താലിബാനോട് ഈയിടെ അമേരിക്ക ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ അന്ന് വിട്ടുപോന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം, എന്നാലേ ഈ സാമ്പത്തിക സഹായം തുടരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാമ്പത്തിക സഹായം എന്നോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ നിന്നൊരു സാധനം കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ടെന്ന്
അങ്ങനത്തെ ഒരു തർക്കത്തിൽ നിൽക്കുകയാണ്. കാരണം ആയുധങ്ങളൊക്കെ അത്യാധുനിക ആയുധങ്ങളൊക്കെ ഇട്ടേച്ച് പോയില്ലേ, കാരണം അവർക്ക് അതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. മാത്രമല്ല അഫ്ഗാൻ അതെടുത്ത് ഉപയോഗിച്ച് തുടങ്ങി, പാകിസ്ഥാനിലൊക്കെ നാശം സൃഷ്ടിക്കുന്നതിന് അതൊരു വലിയ കാരണമാണ്. അപ്പോൾ ഇപ്പം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഈ തീവ്രവാദ സംഘടനകളെ വളർത്താൻ പറ്റുമെന്ന് ഇസ്ലാമിക തീവ്രവാദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മേഖലയിൽ ഇപ്പം ഈ സോമാലിയൻ കടൽ കൊള്ളക്കാർ നമ്മൾ എത്രയോ കാലം കൊണ്ട് കേൾക്കുന്ന, പക്ഷെ അവർ ചെയ്യുന്നത് ഈ പറയുന്ന കപ്പലുകളെ ഭീഷണിപ്പെടുത്തുന്നു, അവരിൽ നിന്ന് ഒരു പണം വാങ്ങുന്നു, എന്നിട്ട് പോവുകയാണ്. തുക എന്ന് പറഞ്ഞാലേ വൻ തുകയായിരിക്കും അല്ലേ. തുകയായിരിക്കും. പക്ഷേ അതിന് IS എന്ന് പറയുന്ന ഒരു രൂപം വരുമ്പോഴത്തേക്ക് ലോകത്തിൽ ഈ മൊത്തത്തിലൊരു വലിയ ഭീഷണി വരും. കാരണം IS ആണ് ഈ കപ്പലുകളെ റാഞ്ചിയത്. IS വൻ തുക തന്നാലേ വിട്ടുകൊടുക്കും എന്ന് പറയുമ്പോഴേ അത് നമ്മുടെ മലയാളികളടക്കം പലരും ഈ റാഞ്ചിയ കപ്പൽ പെട്ടുപോയ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോമാലിയയിൽ ഇവർ വലിയ ആധിപത്യം സ്ഥാപിക്കുന്നെന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇനി ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെ വേണ്ട, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തിയാൽ മതി, UN എയ്ഡ് കൊടുത്തു. കാരണം UN കിട്ടുന്ന സഹായം എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ചെല്ലുമായിരുന്നു. അവർ ഈ പണം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വളരാൻ വിട്ടുകൊടുത്താൽ അതൊരു വലിയ ഭീഷണിയല്ലായിരുന്നു. എല്ലായിടത്തും അമേരിക്ക കൊണ്ടുപോയി പണം കൊടുക്കും. അത് താലിബാനും ഉണ്ടാവും, പിന്നെ UN ഈ പറഞ്ഞ കുറേ ഭീകരപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ എല്ലാവർക്കും കൊടുക്കും. വേറൊരു രാജ്യം ഇതേപോലെ പണം കൊടുക്കില്ല. അതാണ് ഇതിലെ ഒരു വ്യത്യാസം. പക്ഷേ പലപ്പോഴും അത് യുവന്മാർ അമേരിക്കയുടെ പണം വാങ്ങിച്ചിട്ട് അമേരിക്കനെ തന്നെ ആക്രമിക്കുന്ന പാർട്ടീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് അതിൽ ഉള്ള ഒരു പ്രശ്നം. ഏതായാലും ട്രംപ് അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പെരുമാറുന്നത്. വെറുതെ വാരിക്കോരി കൊടുക്കുകയല്ല. പിന്നെ ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അല്ലാതെ വേറെ ആരും ഇതേപോലെ സഹായവും ചെയ്യില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ചൈനയൊക്കെ കുറേ അധികം ഡയലോഗൊക്കെ അടിക്കും. ഈ കാശ് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ചൈനേനെ അവിടെയെങ്കിലും കാണുമല്ലോ ഒരാൾക്കും. അതുകൊണ്ടാണ് പാകിസ്ഥാനാണെങ്കിലും ഈ അമേരിക്കയായിട്ടുള്ള സൗഹൃദം നിലനിർത്തുന്ന അതുകൊണ്ടാണ്. കാര്യം ചൈന പാകിസ്ഥാൻ്റെ വലിയ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല ചൈനയ്ക്ക് ഇന്ത്യയോട് വിരോധമുണ്ട്. അതൊക്കെ പാകിസ്ഥാന് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ പണം എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. പണം കിട്ടണമെങ്കിൽ അമേരിക്ക തന്നെ വേണം. അതുകൊണ്ടാണ്. പക്ഷേ ഈ പണം പലരും ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും അമേരിക്കയുടെ ഈ നീക്കം ഒരു വലിയ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും അല്ലേ. കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇത്തരത്തിൽ ISനോട് ചേർന്ന് നിൽക്കുന്നത് എന്തായാലും ലോകത്തിന് ഭീഷണിയല്ലേ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.